ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ ഒരു ബ്രാൻഡാണ്, ഞാൻ പിന്നെ ഇൻഫ്ലുവൻസറായി ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ബ്രാൻഡിന് വേണ്ടത് ഒരു ഗോൾ ഉണ്ടാവുമല്ലോ, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവുമല്ലോ. ഇൻഫ്ലുവൻസറിന് ചിലപ്പോൾ ആ ഇൻഫ്ലുവൻസറിൻ്റെ വ്യൂവർ ബേസിന് പറ്റിയൊരു കോണ്ടന്റ് ഉണ്ടാവും. അവർക്കാണ് അവരുടെ വ്യൂവർ ബേസ് ഏറ്റവും ബെസ്റ്റ് അറിയാം. ബ്രാൻഡിന് ചിലപ്പോൾ വേറെ പലതും വരും. അതെങ്ങനെ മാച്ച് ചെയ്യും? അത് ഇപ്പോൾ നമ്മൾ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാരിസ് ആൻഡ് കോയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറയാം. ഫുൾ പ്രോസസ്സിൽ തന്നെ പറയാം. അതിലൂടെ ഇതും ഞാൻ മനസ്സിലായി. ഹാരിസ് ആൻഡ് കോയിൽ നമ്മൾ ഡെയിലി ഫൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ് മെയിനായിട്ട്. അപ്പോൾ അതായത് ഡെയിലി നമ്മൾ പുതിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഫൈൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചെക്ക് ബുക്ക് മറ്റേ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, ചെക്ക് ലിസ്റ്റ് നോക്കിയാൽ അതിൻ്റെ അകത്ത് എല്ലാ സ്റ്റേറ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പുതിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഗ്രാബ് ചെയ്ത് നമ്മുടെ ഡേറ്റാബേസിലോട്ട് ആഡ് ചെയ്യാം. അവരുടെ കോൺടാക്ട്സും ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് എടുക്കും. അപ്പോൾ ഇവിടെ എന്ത് പ്രോസസ്സാണ്, ന്യൂ ഇൻഫ്ലുവൻസേഴ്സിനെ, ന്യൂ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ നമ്മൾ ഫൈൻഡ് ചെയ്യണം. അതെ. അപ്പോൾ എന്താ വെച്ചാൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അവര് ഇങ്ങനെ പുതിയ ആൾക്കാരായിട്ടായിരുന്നല്ലോ ആദ്യം വന്നിട്ടുണ്ടാവുക, പിന്നെയാണ് പോപ്പുലർ ആയത്. ചിലപ്പോൾ അവർ ഒരു കോണ്ടന്റ് ആയിരിക്കും വൈറലായിട്ടുണ്ടാവുക. ആ ഒറ്റ കോണ്ടന്റിലായിരിക്കും അവർ പെട്ടെന്ന് അറിയപ്പെടുന്നുണ്ടാവുക. സോ അപ്പൊ നമ്മുടെ അതേപോലെ ഒരു ദിവസം ചിലപ്പോൾ 1000 കോണ്ടന്റ് ക്രിയേറ്ററോ, ഇന്ത്യയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ എത്ര കോണ്ടന്റ് ക്രിയേറ്റർ ഒരു ദിവസം ഉണ്ടാവും. എത്ര ആള് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒരു 2 വീഡിയോ ഇടുമ്പോഴേക്കും പോപ്പുലർ ആയ ആൾക്കാർ എത്ര പേരുണ്ടാവും. സോ അപ്പൊ നമ്മുടെ 100 വീഡിയോ ഇട്ടിട്ട് പോപ്പുലർ ആവണവരുണ്ട്. അതുണ്ട്. അപ്പൊ ഇന്ത്യ, നമ്മുടെ സൗത്ത് മാർക്കറ്റ് ആണ് ഇന്ത്യ ആണെങ്കിലും ഡെയിലി ദേർ ആർ ന്യൂ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെ. പുതിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എവിടെയാണ് വേൾഡിൽ എല്ലായിടത്തും. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ എവരിബഡി ഈസ് ട്രൈങ് ടു ബി എ കോണ്ടന്റ് ക്രിയേറ്റർ. അപ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡെയിലി നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഡാറ്റാബേസ് ഉണ്ടാക്കാന്നല്ല, അവരെ കോൺടാക്ട് ചെയ്യുക. സോ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരുടെ കോണ്ടന്റ് നല്ലതെന്ന് പറയാം. നല്ലതാണ്, അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അങ്ങനെ ഡെയിലി എടുത്ത് വെക്കുന്നുണ്ട് ക്രിയേറ്റേഴ്സിന്. ഇപ്പോൾ ഒരു ബ്രാൻഡ് വന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ബ്രാൻഡിന്റെ മീറ്റിംഗ്, ആ ബ്രാൻഡിന്റെ ഫുൾ കാര്യങ്ങൾ എന്താണ്, ആ ബ്രാൻഡ് എന്താണ് ചെയ്യുന്നത്, ഏത് പ്രൊഡക്റ്റാണ് സെല് ചെയ്യുന്നത്, ആർക്കാണ്, ഏത് കസ്റ്റമേഴ്സിനാണ് ആ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നത്, ആരാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. എന്നിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അതേ ഏകദേശം ആ ഒരു നീഷ്, അവരുടെ നീഷ് തന്നെ ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക്. ഇപ്പോൾ ടെക് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ എവിടെയൊക്കെ ഈ ടെക് പ്രൊഡക്റ്റ് എവിടെയൊക്കെ സട്ടിലായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇതിൽ സട്ടിലായിട്ട് ഇൻ്റഗ്രേറ്റ്. ടെക് നമുക്ക് ഏതെങ്കിലും ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റേഴ്സിനെ ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഒരു ഫുഡ് ക്രിയേറ്റർ ടെക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അതായത് ഡയറക്ട്ലി അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? അങ്ങനെ ചെയ്യുന്നത് ഡയറക്റ്റ് ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിന് ഇപ്പോൾ ഞാൻ ഒരു ബ്രാൻഡ് ബ്രാൻഡ് കുറിച്ചിട്ട് സംസാരിച്ചാൽ പോലെ ഡയറക്റ്റ് ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ പറയുമ്പോൾ എന്താ വെച്ചാൽ അവരുടെ കോണ്ടന്റ് ആയിട്ട് തീരെ മാച്ച് ആവാത്ത കോണ്ടന്റ് ആയിരിക്കും ഈ ഒരു കോണ്ടന്റ്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ചിലപ്പോൾ ഇപ്പുറത്തുള്ളൊരു കോണ്ടന്റിന് ഒരു 1 മില്യൺ വ്യൂസ് ഉണ്ടാവും, ഇതിന് ചിലപ്പോൾ ഒരു 25,000 വ്യൂസ് പോലും എത്തിയിട്ടുണ്ടാവും. ഡയറക്ട്ലി പറഞ്ഞു ഒരു 200 ചിലപ്പോൾ 100K പോലും ചിലപ്പോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല, ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് നമ്മൾ. പക്ഷെ അതേ തന്നെ ഈ കോണ്ടന്റ് പോലെ തന്നെ ഒരു കോണ്ടന്റിൽ സട്ടിലായിട്ട് നമ്മൾ ബ്രാൻഡ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കമന്റ്സിൽ വരെ ആൾക്കാർ വന്ന് പറയും, ഓ ഇതെന്താണ് അടിപൊളി ആഡ് ആണല്ലോ എന്ന് അങ്ങനെ പറയുന്ന ആൾക്കാർ നമ്മൾ കമന്റ്സ് കണ്ടിട്ടുണ്ടാവും. ആഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം, അപ്രീസിയേഷൻ ചെയ്യും, ഇങ്ങനെ ചെയ്യണം, വി എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ എങ്ങനെ നമ്മൾ പഴയ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള TV's ആഡ്സ് ഒക്കെ ഇപ്പോഴും മറ്റേ നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ പിന്നെ മറ്റേ മെൻഡോസിന്റെ ഒക്കെ ആഡ് ഉണ്ടല്ലോ, പഴയ മറ്റേ സെൻട്രൽ ഫ്രൂട്ടിന്റെ ഒക്കെ ആഡ്, തബല വായിക്കുന്നൊക്കെ, അതൊക്കെ നമുക്ക് സെൻട്രൽ ഫ്രഷിന്റെ ആണ് തോന്നുന്നു. മറ്റേ ഇങ്ങനെ തബല വായിക്കുമ്പോഴെല്ലാം അതൊക്കെ ഇപ്പോഴും ഭയങ്കര ഇപ്പോഴും നമ്മൾ കാണുമ്പോ സോ അങ്ങനത്തെ കോണ്ടന്റ് ഇപ്പോഴും നമ്മളിവിടെ ഹാഷർ പോലത്തെ ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന കോണ്ടന്റ് ഒക്കെ പുള്ളിയൊക്കെ അവരുടെയൊക്കെ കോണ്ടന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ അവരുടെ കോണ്ടന്റിൽ ഒരു സട്ടിലായിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ വന്നാൽ പോലും ബ്രാൻഡിന് ആൾക്കാർ
ഓർമ്മ വെച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ നമുക്ക് അവയർനെസ്സേ കിട്ടുള്ളൂ. അവയർനെസ് നല്ല രീതിക്ക് കിട്ടും. പക്ഷെ ബ്രാൻഡ് അവയർനെസ് ആണല്ലോ അൾട്ടിമേറ്റ്ലി സെയിൽസിലോട്ട് എത്തും. പ്രത്യേകിച്ച് നാട്ടിലുള്ള ഫുഡ് ബ്രാൻഡ്സ് ഒക്കെ ഫുഡ് ക്രിയേറ്റേഴ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഫുഡ് ക്രിയേറ്റേഴ്സ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല ട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഹിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല ഇപ്പോ ഫുഡ് അണ്ടർ സാബു നമ്മുടെ കേരളത്തിലത്തെ നാഷണൽ ക്രിയേറ്റർ ആണ്. നാഷണലി നോക്കുമ്പോൾ തന്നെ ടോപ്പ് ക്രിയേറ്റർ ആണ്. അപ്പോൾ ആദ്യം സാബുക്കയുടെ ആദ്യത്തെ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് സാബുക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആദ്യമായിട്ട് റീജിയണൽ ലാംഗ്വേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രാൻഡ് നെയിം നമ്മൾ എടുത്ത് പറയുന്നില്ല. പക്ഷെ ആ ഇന്റർനാഷണൽ ബ്രാൻഡ് അത് ഫസ്റ്റ് ടൈം റീജിയണൽ ആയിട്ട് വർക്ക് ചെയ്തത് സാബുക്കയുടെ കൂടെയാണ്, സൗത്തില്. അത്രയും, അതായത് ഇവരുടെയൊക്കെ കോണ്ടന്റിന്റെ വാല്യൂ ആണ് അത് കാണിക്കുന്നത്. ഈ കോണ്ടന്റ് ഒക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലാകാലം അവിടെ കടക്കും. അത് ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഡൈ ചെയ്യും. പക്ഷെ യൂട്യൂബ് ഇറ്റ് ഈസ് ഓൾവേസ് യൂട്യൂബിലാണെങ്കിൽ അത് എപ്പോഴും ഉണ്ടാവും. സോ അത് പക്ഷെ ഞാൻ പറഞ്ഞത് അത് റീജിയണൽ കോണ്ടന്റ് ആണ്. അത് ഫെസ്റ്റീവ് ക്യാമ്പയിൻ ആയിരുന്നു. ആ സീസൺ ഒരു വിഷു സീസണിൽ അവര് ചെയ്ത. പക്ഷെ ബ്രാൻഡ്സ് അത്രയും ട്രസ്റ്റ് ചെയ്ത് ഒരു റീജിയണൽ കോണ്ടന്റ് ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ബ്രാൻഡ്സ് വരെ. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻസ് ഇത് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ഫൈൻസ്, ഹാരിസൺ കോൾ ഡെയിലി ഫൈൻസ് ഉണ്ട്. അപ്പോൾ അത് കൂടാണ്ട് അപ്പോൾ ബ്രാൻഡ് വന്നു ഡെയിലി നമ്മൾ ഫൈൻഡ് ചെയ്യും. ആ നീഷിന് പറ്റിയ ക്രിയേറ്റേഴ്സിന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും.